അങ്ങനെ ഇന്നും കല്യാണ വിരുന്ന് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നേരെ പോണത് വേറെ എങ്ങോട്ടേക്കുമല്ല, എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. കല്യാണത്തിന് മുന്നേ നമുക്ക് പറഞ്ഞു വെച്ചിരുന്ന ഒരുപാട് കല്യാണ വിരുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് അമ്മാമ്മയുടെ വീട്ടിലെ കല്യാണ വിരുന്ന്. അങ്ങനെ നേരെ നിറയായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഒരുക്കുന്നത് കാണിച്ചു തരാം. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് തന്നെ എല്ലാ ഫുഡും റെഡി ആയിട്ട് ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആശാൻ്റെയുടെ സ്പെഷ്യൽ എന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്, അതുപോലെ തന്നെ ചോറ്, പരിപ്പ് കറി, പപ്പടം, അച്ചാർ, സാലഡ്, അങ്ങനെ എല്ലാ ഐറ്റംസും ടേബിളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് കഴിച്ച് കഴിഞ്ഞിട്ട് സാധാ ചോറ് പരിപ്പും കൂട്ടി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് കാരണം ഞാൻ സാധാ ചോറിന്റെ കാര്യം മറന്നു. അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല ആശാന്റെ സ്പെഷ്യൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നേ. പണ്ട് എപ്പോഴോ ബീഫ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബീഫ് അലർജിയായി. അതിനുശേഷം ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല സൂപ്പർ മണമായിരുന്നു. മണം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ണിമാങ്ങ നുള്ളി പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അമ്മാമ്മയുടെ വീട്ടിൽ മാങ്ങ നിപ്പുണ്ട്. അങ്ങനെ കണ്ണിമാങ്ങ ഞങ്ങൾ തോട്ടയൊക്കെ കൊണ്ട് കുറച്ച് പറിച്ചെടുത്ത് കവറിലാക്കി എടുക്കുവാണ്. കുറേയൊക്കെ തറയിൽ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ തോട്ട എടുത്ത് ഞാനും ഒന്ന് നോക്കി. കുറച്ചൊക്കെ ഒന്ന് വീണിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ നുള്ളിപ്പറക്കി എടുക്കുന്നുമുണ്ട്. നല്ല ഉച്ച സമയമാണ്, നല്ല വെയിലും ഉണ്ട്. മുകളിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വെയിലാണ് അന്ന് കണ്ണിലടിക്കുന്നത്. അങ്ങനെ പിന്നെ കുറേയൊക്കെ ഞാനും ട്രൈ ചെയ്തു. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്നേഹമില്ലായിരുന്നു കേട്ടോ. അവൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവൾ ക്ലാസ്സിന് പോയി. അതുകൊണ്ട് തന്നെ അവളിന് വൈകുന്നേരം വരത്തുള്ളൂ. നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് അവളോട് പറഞ്ഞേക്ക് ഞങ്ങൾ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയും പറഞ്ഞ് മാങ്ങയും കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേ നിൽക്കുന്നു സ്നേഹ. അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമായിരുന്നു. എക്സാം ആയതുകൊണ്ട് ഇന്ന് നേരത്തെ വിട്ടെന്നും പറഞ്ഞിട്ട് അവളോട് യാത്രയും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.